പിക്ചറിനോ? എന്താ നീ പിക്ചറിന് പോയില്ലേ? നിന്റെ ചേട്ടൻ ഗുണ്ടകളെ കൊണ്ട് നിന്റെ ലവറിനെ അടിക്കും. എടാ ചെറുക്ക, നിനക്ക് നമ്മുടെ പയ്യന്റെ അനിയത്തെ തന്നെ വേണോ അല്ലടാ? കൊടുക്കണ്ട കൊടുക്കണ്ട, ഇനി അവ ഇങ്ങനെ ചെയ്യരുത്. എന്താന്ന് ചോദിക്കും. അയ്യോ, ഈ വേഷത്തിൽ എന്റെ ചേട്ടൻ എന്നെ കണ്ട് കൊന്നു കളയും. ആ പൊട്ടിങ്ങെടുക്ക. ഓക്കെ കൊടുക്കണ്ട. ഏയ്, എന്തിനാണ് തല്ലുന്നേ? എന്തിനാണെന്നോ? അവന് നമ്മുടെ പയ്യന്റെ അനിയത്തെ വേണോന്ന് പ്രേമിക്കാൻ. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഡേയ്, അണ്ണ അവൻ കള്ളോ പറയുന്നേ. അനുജതിക്ക് ലവ് എന്ന് പറയുന്നത് ഇഷ്ടമല്ല. ഫെയർ ആൻഡ് ലവ്ലിട്ട മുഖം വെളുക്കുമെന്ന് പറഞ്ഞപ്പോ അതിലും ലവ് ഉണ്ടെന്ന് പറഞ്ഞ് അത് ഉപയോഗിക്കുന്നതേ അവൾ നിർത്തി. എന്താടി ഇവൻ പറഞ്ഞ സത്യമാണോ? സത്യമാണ്. ഞാൻ പറഞ്ഞില്ലേ അണ്ണ? ചേട്ടൻ പറഞ്ഞതല്ല, അവൻ പറഞ്ഞതാണ് സത്യം. ഏയ്, എന്താടാ നിന്റെ അനിയത്തി ഇത്ര ചീപ്പായി സംസാരിക്കുന്നേ? അല്ലണ്ണ. ഏയ്, ചെയ്തതൊക്കെ മതി, സ്ഥലം വിട്. ഡേ, ഞാൻ ആരാണെന്നറിയോ നിനക്ക്? മിന്നൽ, മിന്നൽ വാസു. ഓഹോ, ഞാൻ ആരെന്നറിയാവോ? ഞാൻ യോഗിയുടെ ലവറാണ്. എന്താ ചേച്ചി ഈ വെയിലത്ത് വന്നിരിക്കുന്നേ? കളർ മങ്ങി പോവില്ലേ? മിന്നൽ വാസു അന്വേഷിച്ചതായി അണ്ണനോട് പറയണം കേട്ടോ ചേച്ചി. ആളറിയാതെ ഇനി ഞങ്ങളോട് കളിക്കരുത്. ഞങ്ങൾ ഇനി കോളേജിൽ നിന്നല്ല ഒരിടത്തും റൗഡിസം കാണിക്കില്ല. സത്യമാണ് ചേച്ചി. ഏയ്, ചേച്ചി പറഞ്ഞ കേട്ടില്ലേ? എല്ലാരും വാ, പോവാം. നന്ദിനി കൃത്യസമയത്ത് തന്നെ യോഗിയുടെ ലവർ എന്ന് പറഞ്ഞ് സോണിയെ രക്ഷപ്പെടുത്തി. അതിനെന്താ, കള്ളം സത്യമായി കൂടുന്നില്ലല്ലോ. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ആരെയാ? നന്ദിനി, അങ്കിൾ ഓഫ് നന്ദു. നന്ദു എവിടെ? ലൈബ്രറിയിലുണ്ട്. നന്ദുവിനെ മീറ്റ് ചെയ്തോ ഫസ്റ്റ് ടോയ്ലറ്റിലേക്ക്. സ്വസ്ഥമായിട്ട് രണ്ടെണ്ണം അടിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തൊരു കൊള്ളയായി പോയല്ലേ ഇത്. അശോക, ഇതാ വിളിക്കുന്നു. അശോക. ഇയാൾക്ക് വിളിക്കാൻ കണ്ട സമയം. ബാത്റൂമിൽ ഇത്രയും നേരമായിട്ട് എന്ത് ചെയ്യാ? ബാത്റൂമിൽ എന്തിനാ പോന്നെന്ന് അറിയില്ലേ? ഒന്നിനോ അല്ലെങ്കിൽ രണ്ടിനോ? ബാത്റൂമിൽ അത് മാത്രമല്ലടാ, പിന്നെ ഭാര്യയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്ന ഭർത്താക്കന്മാർ കയറിയിരുന്ന് കരയുന്നു അവിടെയാ. എന്റെ ഭാര്യ എന്നെ തല്ലാറില്ല. നീ എപ്പോഴും വെള്ളം അടിക്കുമ്പോ അവൾ നിന്നെ എങ്ങനെ അടിക്കൂടാ? അങ്ങനെയോ? പോടാ, പോയി കാറെടു. മൊത്തത്തിലൊരു നല്ല മണം ഉണ്ടല്ലോ ഇവിടെ. ഫിനോയിലിന്റെ സ്മെല്ലൊക്കെ മാറിയേ. നമ്മളെന്തിനാ ഇതൊക്കെ അറിയുന്നത്? ഇവിടെ കിടന്നിങ്ങനെ നിലവിളിക്കരുത്. നിലവിളിക്കല്ലെന്നോ? ഇതെന്തോന്ന് ലൈബ്രറിയോ? ഇവിടെ മൊത്തം കത്തിപ്പോയിരിക്കുക. വേദനയുണ്ടോ? വേദന. വേഗം ഡോക്ടറെ വിളിച്ചോണ്ടോ? ഡോക്ടർ താമസിച്ചേ വരും. താമസിച്ചു വരാൻ അങ്ങനെ എന്താ ഫയർ എഞ്ചിനോ? അയാളിപ്പോ എവിടെ ഉണ്ട്? ഹായ് ഹായ് ഹായ്. ഡോക്ടർ, ഇവരെക്കാരെ ഡോക്ടർ ആക്കിയത്? ഡോക്ടർ എന്തിനാ എപ്പോഴും എല്ലാരും പുറകെ ഇങ്ങനെ തട്ടുന്നത്? പുറകുവശം എന്റെ ഒരു വീക്ക്നെസ്സാ. ഹലോ. എന്തിനാ നല്ല വിളിക്കുന്നത്? നിങ്ങളാ? ഡോക്ടർ സാർ, എന്താ അസുഖം? ഫയർ ആക്സിഡന്റ്. സ്വയം കത്തിച്ചാണോ ആരെങ്കിലും കത്തിച്ചാണോ? കുറച്ച് കരിഞ്ഞോ അതോ മൊത്തം കരിഞ്ഞോ? മൊത്തത്തിൽ എങ്ങനെ കരിഞ്ഞത്? എന്റെ വിധി. വിധി എങ്ങനെ കത്തുന്നേ? എന്തിനാ ചോദ്യങ്ങൾ? ട്രീറ്റ്മെന്റ് തുടങ്ങേ. ഓക്കേ. അതിനെ റഫായിട്ട് ഹാൻഡിൽ ചെയ്യല്ലേ. ആണോ പെട്രോൾ ആണോ കത്തിയത്? മെറ്റീരിയൽ എന്താണെന്ന് അറിയില്ല. മെറ്റീരിയൽ അറിയാതെ ഞാൻ എങ്ങനെ ചികിത്സിക്കും? ഇത് രണ്ടുമില്ല, ഡോക്ടർ തന്നെയായിട്ട് കത്തിക്കല്ലേ. കേസ് ക്രിട്ടിക്കൽ, ട്രീറ്റ്മെന്റ് സിമ്പിൾ. ബർണോൾ തേച്ച് ബാൻഡേജ് ഇട്ടേക്ക്. ബാൻഡേജ് ഇട്ട ഉടനെ വീട്ടിൽ പോവോ? ഇല്ല, ഒരു മാസം ഇവിടെ കിടക്കണം. എന്തിന്? ബില്ലടയ്ക്കാൻ. ബർണോളിനോ? അല്ല, ഹോസ്പിറ്റലിലെ അടിക്കല്ലോ ഡോക്ടർ, 2 മാസം ഞാനിവിടെ ഉണ്ട്. ഭയങ്കര വേദന. ഫയർ ആക്സിഡന്റ് ആണല്ലോ, വേദന കാണും. വാ. സാധാരണ വൈറൽ ഫീവറാ, പേടിക്കണ്ട. ഇത് പറയാനാണോ ഇത്രയും ഫീസ് അടച്ചത്? ഒന്ന് ചുമ്മാ ഇരിക്കണ. ഈ മരുന്ന് കഴിച്ചാൽ മതി, പനി വേഗം കുറഞ്ഞോളും. എന്താ മോളെ, നിന്റെ അമ്മാവൻ ഓരോ ദിവസം ഓരോ വയ്യാവേലിയും കൊണ്ട് വരുന്നേ. അമ്മാവൻ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ തിന്നത് ദഹിക്കില്ല ആന്റി. ക്ഷമിക്കണം, തെറ്റിദ്ധരിക്കരുത്. എന്റെ മോനാണെന്ന് വിചാരിച്ചു. സാരമില്ല ആന്റി, കണ്ണ് കാണുന്നവരൊക്കെ ഇങ്ങനെ മോനാന്ന് കരുതി പിടിക്കരുത്. മോശമല്ലേ ഇത്? ഞാൻ എന്ത് ചെയ്യാനാ മോളെ, ഒരമ്മയായി പോയില്ലേ. എക്സ്ക്യൂസ് മീ, വെയർസ് ദി റിസപ്ഷൻ? ഒരു 100 രൂപ വേണം. ഉള്ള പൈസ എല്ലാം ഇവിടെ തന്നെ ചെലവാകുമെന്നാ തോന്നുന്നത്. അണ്ണാ, പൈസയാണോ മുഖ്യം? ആരോഗ്യമല്ലേ?
എന്താ ആന്റി പിന്നെ ആരെങ്കിലും കണ്ടപ്പോ മോനാന്ന് തോന്നിയോ? അതെ മോളെ, ആരെ കണ്ടാലും എന്റെ മോനെ പോലെ തന്നെ തോന്നുന്നു. ഡേയ് എല്ലാ ഹോസ്പിറ്റലും കണക്കാ, ഉള്ളത് മൊത്തം പിഴിഞ്ഞെടുക്കും. കണ്ടില്ലേ? വിഷമിക്കണ്ട ആന്റി, കണ്ടുപിടിക്കാം. ഞാനും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പോ. താങ്ക് യു. വരൂ. അമ്മാവാ എങ്ങനെയുണ്ട് അമ്മാവാ? മൊത്തത്തിൽ കരിഞ്ഞിട്ടുണ്ട്. അയ്യോ, തീയുടെ മുകളിൽ എങ്ങനെ കയറിയിരുന്നു? ഞാൻ തീയുടെ മുകളിൽ ഇരുന്നല്ല ആന്റി, ഞാൻ ഇരുന്നത് പിന്നീടാണ് തീ പിടിച്ചത്. ഒറ്റ കത്തലായിരുന്നു. എവിടെയാണടോ? ദാ. പിടിച്ചേ. യോഗി. ഹായ് യോഗി, ഓർമ്മയുണ്ട് എന്നെ? അന്ന് ജയിലിൽ വെച്ച് കണ്ടുമുട്ടിയ ജേർണലിസ്റ്റ് സ്റ്റുഡന്റ്. ഓർമ്മയില്ല? ഇല്ല. എന്തുവാ സീരിയസ് ആയി എഴുതിക്കൊണ്ടിരിക്കുന്നേ? എന്തുവാന്ന്? അമ്മ എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഞാൻ സുഖം ആണ്, ഭക്ഷണം കഴിക്കും. എന്താ മലയാളം അറിയില്ലേ? ഇത് മലയാള? അതെ. ആണോ? ആണ്. എന്നാ ശരി, ഈ പാംലെറ്റ് വാങ്ങിച്ചോ. എന്റെ കൈ ഒഴിവില്ല. എന്നാലേ ഞാൻ ഇത് പോക്കറ്റിൽ വെക്കാം. ഏയ് ചേട്ടാ, എന്തേത്? പാംലെറ്റ് കൈ ഒഴിഞ്ഞതിന് ശേഷം വായിച്ചു നോക്ക്. ബൈ. ഏത് സ്ഥലത്തേക്കുള്ള കത്താ? വേലഞ്ചിറ. ഇത് ലോക്കലാ, അതിലിട്ടാ മതി. നിന്നെ ഇന്റർവ്യൂ എടുക്കാതെ ഞാൻ വിടില്ല. വാടാ. അയ്യോ ഇല്ല. എവിടെ നടക്കുന്നത്? കണ്ണു കണ്ടുകൂടാ നിനക്ക്? വൃത്തികെട്ടവൻ. ഞാൻ ശ്രദ്ധിച്ചില്ല. ക്ഷമിക്കണം. ഏയ്, നീ ആരെയാടാ ചീത്ത പറയുന്നേ? അവനെ തന്നെ ഇഡിയറ്റ്. അയാൾ ആരെന്നറിയോ നിനക്ക്? ആരായാലും എനിക്കെന്താ? ഡേയ്, അയാളാണ് യോഗി. യോഗിയോ? പിന്നെ ഒറ്റയ്ക്ക് കിടക്കുന്ന എന്തിനാ? പിറകില് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നീ പോയി സോറി ചോദിക്ക്. എന്തിനാ? അയാള് പോയില്ലേ? നിന്റെ നാട് എവിടെയാടാ? എറണാകുളത്തിനപ്പുറം പൂത്തോട്ട. ഇത്ര വലിയ സിറ്റി ഒന്നുമല്ല. ഒന്നും എനിക്കൊന്നും അറിയത്തില്ലേ? എനിക്കൊന്നും അറിയത്തില്ലേ? എന്റെ അമ്മോ, എനിക്കറിയില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ഹലോ യോഗി, എന്തിനാ എന്നെ പുറകെ വരുന്നത്? ഇതെന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നേ? തന്റെ പുറകെ വന്ന് ആരെങ്കിലും ഇടിച്ചെങ്കിലോ? നീ ഇങ്ങോട്ടൊന്ന് കയറുകയല്ലേ? അപ്പൊ തന്നെ എതിർത്ത് നിൽക്കണം. എന്തിനാ എന്നെ പുറകെ വരുന്നത്? ഓക്കോ. എന്റെ അമ്മോ, എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്നെ ഒന്ന് പ്രേമിച്ചാലെന്താ? കല്യാണം കഴിച്ചൂടെ? കുടുംബം നടത്തിക്കൂടെ? ഒന്നുമില്ലെങ്കിൽ എന്നെ ഒന്ന് ചുംബിച്ചൂടെ? സത്യത്തിൽ നീ ഒരു പെണ്ണ് തന്നെയാണോ? വേണമെങ്കിൽ പരീക്ഷിക്കാം. നീ പോവാൻ നോക്ക്. പോയില്ലെങ്കിൽ? അയ്യോ അയ്യോ, നോക്ക്, നിനക്ക് ആണുങ്ങളെ മയക്കാനുള്ള അഴകുണ്ട്. എന്നെ അങ്ങ് വിട്ടേര്. അഴക് എനിക്ക് ഉണ്ടെന്ന് പറയുന്നു. എങ്കിൽ എന്നെ കല്യാണം കഴിച്ചൂടെ? നിനക്ക് നാണമില്ലല്ലോ. തന്നെ കല്യാണവും കഴിച്ച് എല്ലാം ആസ്വദിച്ച് ഇന്റർവ്യൂ എടുക്കാതെ വിടില്ല ചക്കരെ.